ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ചെറിയ കഥയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പല അനുഭവങ്ങളായിരിക്കും ഭഗവാൻ കൃഷ്ണൻ്റെ ആ നടയിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ കുറിക്കാനും ഉണ്ടാവും. അതേപോലെ ഒരു അനുഭവമാണ് ഈ വൃദ്ധനായ ഒരു മാഷിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. അപ്പോൾ നമുക്ക് ആ കഥയുടെ സാരം എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം കൂട്ടുകാരെ. ഒരു കാലത്ത് ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ മാഷ് ജീവിച്ചിരുന്നു. ജീവിതകാലം മുഴുവൻ ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. വിരമിച്ചതിന് ശേഷം തൻ്റെ ബാക്കി ജീവിതം ദൈവനാമസ്മരണയിലും പൂജാകർമ്മങ്ങളിലുമായി മാറ്റിവെച്ചു. മാഷിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു തുളസിത്തറയുണ്ടായിരുന്നു. രാവിലെ കുളി കഴിഞ്ഞ് ഈറനോടെ അദ്ദേഹം ആ തുളസിത്തറയെ വലം വെച്ച് ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ വാർദ്ധക്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്താൻ തുടങ്ങിയിരിക്കുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ വേദന കാരണം അമ്പലത്തിലേക്ക് പോകുന്ന ദിവസങ്ങളൊക്കെ മുടക്കം വന്നു തുടങ്ങി. എങ്കിലും മനസ്സിലെ ഭക്തിക്ക് ഒരു കുറവും വന്നിരുന്നില്ല. ഒരു ദിവസം നല്ല മഴയായിരുന്നു. രാവിലെ തന്നെ കനത്ത മഴ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. മാഷിന് അതോർത്തിട്ട് വലിയ ഒരു വിഷമമായി. എൻ്റെ ഗുരുവായൂരപ്പ, നിന്നെ ഒന്ന് വന്ന് കണ്ടു തൊടാൻ പറ്റിയില്ലല്ലോ എന്ന് മാഷിന് വളരെയധികം വിഷമമുണ്ടാക്കി. കാരണം മാഷിൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തം കൈകൊണ്ട് ഒരു തുളസിമാല. പക്ഷേ ആളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി ഇരുന്നതിനാൽ സൂചിയിൽ നൂൽ കോർക്കാനോ ഭംഗിയായി മാല തയ്യാറാക്കാനോ മാഷിന് കഴിയുമായിരുന്നില്ല. എങ്കിലും പൂജാ റൂമിലിരുന്ന് ഭഗവാനോട് ഉള്ളുരുകി മാഷ് പ്രാർത്ഥിക്കുകയുണ്ടായി. എൻ്റെ കണ്ണ, എനിക്ക് നടന്നു വരാൻ വയ്യ. എനിക്ക് നിനക്കൊരു നല്ല മാല കോർത്തു തരാൻ സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ നിന്റെ രൂപമാണ്. എൻ്റെ ഭക്തി നീ സ്വീകരിച്ചാലും. അങ്ങനെ പ്രാർത്ഥിച്ച് മാഷുകൾ കണ്ണു തുറന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മാഷിൻ്റെ പൂജാ റൂമിൻ്റെ ജനലരികിലൂടെ ആ നിമിഷം പുറത്തേക്ക് നോക്കിയപ്പോൾ ഗ്രാമത്തിലെ ഒരു ചെറിയ ഇടവഴിയിലൂടെ ഒരു കുട്ടി കുട ചൂടി വരുന്നതായി കണ്ടു. ആ കുട്ടിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു വലിയ തേജസ്സുണ്ടായിരുന്നു. കുട്ടി മാഷിൻ്റെ പടിക്കൽ വന്ന് വിളിച്ചു, മാഷെ കുറച്ച് വെള്ളം തരുമോ? വലിയ ദാഹം. മാഷ് വാതിലത് തുറന്ന് കുട്ടിയെ അകത്തേക്ക് വിളിച്ചു ഇരുത്തി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്തു. കുട്ടി വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മാഷിനോട് ചോദിച്ചു, മാഷ് അമ്പലത്തിൽ പോയില്ലേ എന്ന്? മാഷ് അത്ഭുതത്തോടെ ചോദിച്ചു, മോൻ ആരാണ്? ഈ മഴയത്ത് എവിടെ നിന്ന് വരുന്നു? കുട്ടി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ അടുത്തുള്ള ഒരു കുട്ടിയാണ്. മാഷ് വിഷമിക്കണ്ട, മാഷിൻ്റെ ഭക്തി ഭഗവാനിൽ എത്തിക്കഴിഞ്ഞു. മാഷ് ആ തുളസിത്തറയിലേക്കൊന്ന് നോക്കൂ. മാഷ് ആ കുട്ടിയുടെ പിന്നാലെ തിരിഞ്ഞു. തുളസിത്തറയുടെ അരികിലേക്ക് നോക്കിയപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. താൻ രാവിലെ കോർക്കാൻ വെച്ച തുളസി ഇലകളും നൂലും വളരെ മനോഹരമായ ഒരു മാലയായി തീർന്നിരിക്കുന്നു. ആരും അത് കോർത്തിട്ടില്ല.
പക്ഷേ എങ്കിലും അതൊരു ദിവ്യമായ മാല പോലെ തിളങ്ങി നിൽക്കുന്നു. മാഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടിയെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ നടന്നു പോകുന്നത് ആരും കണ്ടതുമില്ല. മാഷിൻ്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു. അത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഭക്തിക്ക് ദൂരമോ ശാരീരിക ബുദ്ധിമുട്ടോ ഒന്നും തടസ്സമല്ലെന്നും ഭക്തൻ്റെ ആത്മാർത്ഥമായ വിളി ഭഗവാൻ കേൾക്കുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അന്ന് ആ മാലയെടുത്ത് മാഷ് തൻ്റെ പൂജാമുറിയിലെ വിഗ്രഹത്തിൽ ചാർത്തി. എന്നിട്ട് തൊഴുതു. ഒരു നിമിഷം കൊണ്ട് തൻ്റെ ശാരീരിക വേദനകളെല്ലാം മാഞ്ഞു പോയിരുന്നു. പകരം മനസ്സിൽ അളവല്ലാത്ത ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹര കഥയുമായി വീണ്ടും കാണാം കൂട്ടുകാരെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.